നമ്മൾ ഇന്നലെ മുതലേ കേട്ടുകൊണ്ടിരുന്ന വാർത്തയാണ് സ്കൂൾ വിദ്യാർത്ഥിനിക്കെതിരെ ഒരു അധ്യാപിക, സ്ത്രീയാന്ന് ഓർക്കണം, ഒരു അധ്യാപിക നടത്തിയ ഒരു ക്രൂരമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, തൻ്റെ സഹ അധ്യാപകനെതിരെ വൈരാഗ്യം തോന്നുകയും ആ ഒരു അധ്യാപകനെയും തങ്ങളുടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട സാധാരണ കുടുംബത്തിലെ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെയും ആ അധ്യാപകനെയും കൂട്ടി അപവാദം പറയുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു, ലൈംഗിക ചൊവ്വയോടെ. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ വന്നപ്പോൾ പോക്സോ കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ ആ ഒരു അധ്യാപികയ്ക്കെതിരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരേ രീതിയിലുള്ള ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു സർക്കിളിൽ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയയും കുശുമ്പും ഈ പറയുന്ന വൈരാഗ്യമൊക്കെ വരാൻ ചാൻസ് ഉള്ളൊരു ഇടമാണ്. അത് ഏത് ജോലി എടുത്താലും അതെ. പക്ഷേ ഇങ്ങനെ ഒരു സ്കൂളിലാണ് ഇത് നടന്നതെന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു സംഭവമാണ്. ശരിക്കും അതിൻ്റെ ആ ഒരു സ്കൂൾ നടപടി, അല്ലെങ്കിൽ ആ ഒരു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു നടപടി കേട്ടപ്പോൾ അന്തിച്ചു പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ, സസ്പെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരാളെ സസ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും അവർ തിരിച്ചു കയറില്ലേ ഈ സ്കൂളിൽ, അല്ലെങ്കിൽ വേറൊരു സ്കൂളിൽ. ശരിക്കും അവർ ഡിസ്മിസ് ചെയ്യേണ്ട. അവർ ആ ഒരു കാറ്റഗറിയിൽ നിന്ന് ഒരിക്കലും ഒരു അധ്യാപകരാവാൻ ഒരിക്കലും യോഗ്യരല്ലാത്ത ആ ഒരു സ്ത്രീയാണത്. അപ്പോൾ ഒരിക്കലും അവരെ ഒരു സ്കൂളിൽ പോലും പഠിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഏതെങ്കിലും ജോലിക്ക് എന്നാലും നമുക്കൊരിക്കലും ജീവിക്കാൻ പറ്റാത്ത രീതിയിലാക്കാൻ പറ്റില്ല. അവർക്ക് വേറെ ഏതെങ്കിലും അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ജോലികൾ ചെയ്ത് ജീവിക്കാനുള്ള ഒരു ഇത് കൊടുത്തിട്ട് ഈ അധ്യാപകൻ, അല്ലെങ്കിൽ ഈ ഒരു സ്കൂൾ ടീച്ചർ എന്നുള്ള ആ ഒരു തസ്തിക എന്നേക്കുമായിട്ട് റദ്ദാക്കണം അവരിൽ നിന്ന്. ഇല്ലയെന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും ഇവർക്കിതൊരു വളമാണ്. അല്ലെങ്കിൽ ഇതേപോലെ സ്വഭാവമുള്ള കുറേ പേരിന് ഭാവിയിലും വരും. ഇതിനു മുമ്പൊക്കെ ധാരാളം കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ സ്വഭാവമുള്ള ധാരാളം പേര് ഇപ്പോൾ ഓൾറെഡി ഇപ്പം പല സ്കൂളുകളിലും കാണാം. അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു വളമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് മാസങ്ങൾ സസ്പെൻഡ് ചെയ്തു, അവർക്ക് വീണ്ടും കയറാം. ഇങ്ങനെയുള്ള നിസ്സാരമായിട്ടുള്ള കേസുകൾ ചുമത്തുമ്പോൾ ആ ഒരു പ്രശ്നം അങ്ങനെ മാറും. അതുകൊണ്ട് ഇതേപോലെയുള്ള കേസുകൾ വരുമ്പോൾ ഡിസ്മിസ് ചെയ്യുക. ഒരിക്കലും സ്കൂളിൻ്റെ പടി കാണരുത് ഒരു അധ്യാപികമാരും ഇതേപോലത്തെ. അതാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?